Hello, hi, I am thesnimazeez. In the pudding Christmas exotic Christmas pudding. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കസ്റ്റാർഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, പക്ഷേ കസ്റ്റാർഡിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും അല്ല വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് മോൻ്റെ അടുത്ത് ദുബായിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒരു മുന്നോടിയായിട്ട് വരുന്ന ഒരു ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു. ഒരുപാട് ഡ്രോൺസ്, നമുക്ക് ഡ്രോൺ എന്ന് പറയുമ്പോൾ തന്നെ കല്യാണത്തിനൊക്കെ എടുക്കുന്ന, അതേപോലെ ഇപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് കുറേ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡ്രോണും പോയിന്ന് ആ ഒരു ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഇവിടെ ഒരുപാട് എത്രയാണെന്ന് പറയില്ല, ആയിരക്കണക്കിന് ഡ്രോൺസ് വെച്ചിട്ടുള്ള ഒരു ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇടുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് അവളുടെ റെസിപ്പിയും കാണാം, ഡ്രോൺ ഷോ കാണാം. ബ്ലൂ വാട്ടർ ഐലൻഡിലാണ് ഈ ഷോ നടക്കുന്നത്. ഇത് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജെൻവില്ല് ഇവിടെയാണ് ഇത് ഈ ഷോ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. കണ്ടോ, ഈ ഒരു ഫേസ് ഇങ്ങനെ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വന്നിട്ട് പിന്നെയാണ് അത് വലിയൊരു ഫേസ് ആയിട്ട് വരുന്നത്. എന്തുമാത്രം ഡ്രോൺസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതേപോലെ ഇത് കണ്ടോ, ഇത് ഒരു അമ്മയും കുഞ്ഞും കൈ കൊടുക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ദുബായ് എല്ലാവരും അവിടെ വരുന്നവരെയൊക്കെ കൈ പിടിച്ച് ഉയർത്തുന്നു എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. സമാധാനത്തിൻ്റെ പറവ. ഇങ്ങനെ ഇത് ഒരുപാട് എന്താ പറയുക, കുറേ സമയമെടുത്ത് ഒരുപാട് നല്ല രീതിയിലാണ് ഇത് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആരോ റൂട്ട് ബിസ്ക്കറ്റാണ്. ഇതൊരു 150 ഗ്രാമിൻ്റെ 150 ഗ്രാമിൻ്റെ ബിസ്ക്കറ്റാണ്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക്. ബട്ടർ 75 ഗ്രാം ബട്ടറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. 75 ഗ്രാം ബട്ടർ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇത് ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 15 മിനിറ്റ് വയ്ക്കുമ്പോഴേക്ക് സെറ്റാവും. ഒരു പൈനാപ്പിൾ ചെറുതാക്കി മുറിച്ചതാണ്. ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇത് ഈ ഒരു പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ പഞ്ചസാര മെൽട്ടാകുമ്പോൾ ഉള്ളൊരു വെള്ളമുണ്ട്. അതെല്ലാം ആയിട്ട് ഇതങ്ങ് കുക്കാവുകയും ചെയ്യും. സ്റ്റ്യൂ ചെയ്യുക, പൈനാപ്പിൾ സ്റ്റ്യൂ ചെയ്യുക എന്നാണ് പറയുക. എന്ന് വരുന്ന ആ വെള്ളം ഇതിൽ പിന്നെ അത് കുക്കാവും. സാധാരണ ഞാൻ പൈനാപ്പിൾ ട്രിഫ്ലറ്റൊക്കെ ചെയ്യുമ്പോൾ ഇത് ഈ വെള്ളം വരുന്ന വെള്ളമെല്ലാം അങ്ങ് പഞ്ചസാരയെല്ലാം അങ്ങ് വറ്റിച്ചെടുക്കാറുണ്ട്. ഇത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിൻ്റെ സ്റ്റോക്ക് കുറച്ച് കിട്ടിയാൽ നമുക്ക് കസ്റ്റാർഡിൽ ചേർക്കാൻ നല്ലതാണ്. പഞ്ചസാരയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് കട്ടയില്ലാതെ കലക്കി വയ്ക്കും. ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ കലക്കിയിട്ട് മാറ്റി വയ്ക്കും. പൈനാപ്പിളിൽ വെള്ളം വന്നാണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടൊന്നുമില്ല, പക്ഷേ ഇതേപോലെ വെള്ളം വരും. ഇതൊന്നുകൂടെ കുറുകി വരട്ടെ. ഇതിൽ നിന്ന് വരുന്ന വെള്ളം വറ്റാറാവുമ്പോൾ ഈ സ്റ്റോക്ക് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി. കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ കസ്റ്റാർഡ് ഉണ്ടല്ലോ, ഈ കസ്റ്റാർഡിലേക്ക് ചൂടോടുകൂടിയാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ട് ഈ കസ്റ്റാർഡിലേക്ക് അതങ്ങ് ഒഴിക്കുക. അപ്പോൾ ഇതിനൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ എടുത്തു, അതും കൂടെ ചേർക്കുകയാണേ. ആദ്യം തന്നെ വരുന്ന ജ്യൂസ് സ്റ്റോക്ക് എടുക്കരുത്. ഒന്ന് കുക്കായിട്ടൊക്കെ എടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. പാലിലേക്കാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് നന്നായിട്ട് കുക്കായതിന് ശേഷം
അവസാനം നമ്മൾ ഓഫാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ജ്യൂസ് എടുത്താൽ മതി. ഇനി വെള്ളം ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളം അങ്ങ് വറ്റിക്കോട്ടെ. പൈനാപ്പിൾ കണ്ട് വെള്ളമെല്ലാം വറ്റി നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിൾ ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഇടാം. സെക്കൻഡ് ലെയറായി. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാല്. ഇതിലേക്ക് ഒരു 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര അടി പിടിക്കരുത്, ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ട്, പാല്, പിന്നെ കുറച്ച് പൈനാപ്പിൾ ആ സ്റ്റോക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ചേർക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഫ്രൂട്ട് സലാഡ് ചെയ്തപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കാരണം നമുക്ക് പുഡിംഗ് ആയതുകൊണ്ട് കട്ട് ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ കുറച്ച് തിക്കായിട്ട് വരണം. അതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരുവേ, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അന്ന് മൈക്രോവേവിൽ ചെയ്തത്. മൈക്രോവേവിലാകുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇത് അടി പിടിച്ചാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല കേട്ടോ. നമുക്കത് ഇതിനി ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇത് ബീറ്റ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് അടിച്ചിട്ടില്ല. പുഡിംഗ് അല്ലേ, നമ്മൾ പുഡിംഗ് സെറ്റായിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിൾ പീസസ് ഇടാം. കുറച്ച് പിസ്ത, കുറച്ച് ബിസ്ക്കറ്റ്, അധികം വേണ്ട കേട്ടോ. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. നല്ല സെറ്റായിട്ടുണ്ട് പുഡിംഗ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ലെയേഴ്സ് ആയിട്ടുണ്ട്. ബിസ്ക്കറ്റും നമ്മൾ ആ കസ്റ്റാർഡിലെ പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ കൊടുത്തതുകൊണ്ട് അതിനൊരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റും വന്നിട്ടുണ്ട്. ക്രീമും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്ക് നമുക്ക് ആ പൈനാപ്പിൾ കടിക്കുന്നുണ്ട്. ട്രൈ ചെയ്യൂ കേട്ടോ. ഇത്രയും നല്ല റെസിപ്പിയാണേ, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ക്രിസ്മസ് ഇപ്രാവശ്യം ഈ ഒരു റെസിപ്പി വെച്ചിട്ടാവട്ടെ. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്.
വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്. കണ്ടല്ലോ അല്ലേ, ഇഷ്ടമായില്ലേ? നല്ല പുഡിംഗ് ആണ്, ഈസിയാണ്, വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സെറ്റ് ആവില്ലേ അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യും. നല്ലൊരു റെസിപ്പി ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും